ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയാലോ? അത് കുറച്ച് വെറൈറ്റി കൂടി ആയാൽ കാണാൻ നല്ല സ്പെഷ്യലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഹാർട്ടിൻ്റെ ഷേപ്പിലാക്കുന്നതുകൊണ്ടാണ് ഹാർട്ടിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഒരു കവറിലേക്ക് ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ നമ്മൾ കുറച്ച് ഗ്ലിറ്ററും പിന്നെ ഹാർട്ടിൻ്റെ കളർ റെഡ് ആണല്ലോ, അപ്പോൾ റെഡിന് വേണ്ടി കുറച്ച് റെഡ് പെയിൻ്റൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിലുള്ള സ്വീക്കൻസും അങ്ങനെ നല്ല ഗ്ലിറ്റർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പറിൻ്റെ മുകളിൽ ഇത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ സെലോ ടേപ്പ് കൊണ്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാർഡായിട്ട് ഉപയോഗിക്കുന്നതിന് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക കേട്ടോ. ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് ഇതേപോലുള്ള കാർഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കറക്റ്റ് അളവിലൊരു വൈറ്റ് പേപ്പർ അത് കവർ ചെയ്യുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിഷ്ടമുള്ള കോഡ്സും പിന്നെ ബർത്ത്ഡേ എന്നൊക്കെ എഴുതി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് ഹാർട്ട് ഷേപ്പിൽ മുറിച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെയിൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണേ. കൂടെ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ കാർഡ്സിൽ കുറച്ച് ഡ്രോയിങ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടമുള്ള രീതിയിൽ ഡ്രോയിങ്സൊക്കെ അറിയുന്നവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ. ഒരു കേക്കും കുറച്ച് ബലൂൺസും അങ്ങനെ ഒരു കപ്പ് കേക്കൊക്കെയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. പിന്നെ ഇത് ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്ലിസറിൻ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ റെഡ് പെയിൻറ്റും കൂടി ഒഴിക്കുന്നുണ്ട്. റെഡ് പെയിൻറ്റ് ഒഴിക്കാതെ നമ്മുടെ ഗ്ലിസറിൻ മാത്രമായിരുന്നെങ്കിൽ നമ്മളിടുന്ന ഗ്ലിറ്ററും പിന്നെ സ്വീക്കൻസൊക്കെ നന്നായിട്ട് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുമായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പം റെഡ് പെയിൻറ്റ് ഒഴിവാക്കിയിട്ട് ഗ്ലിസറിൻ മാത്രം വെച്ച് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം റെഡ് കളർ ആഡ് ചെയ്താൽ മതി. കാർഡാക്കിയത് എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇതാണ് നമ്മുടെ കാർഡിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? കാർഡിൻ്റെ മെയിനായിട്ടുള്ളത് ഈ ഹാർട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ഞെക്കി കളിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത ക്രാഫ്റ്റ് ഐഡിയ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.